ചേർത്തലയിലെ സീരിയൽ കില്ലർ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ. ഇക്കഴിഞ്ഞ 18-ന് വിയൂർ ജയിലിലെത്തി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ബിന്ദു കൊലക്കേസിൽ സെബാസ്റ്റ്യന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 30 വരെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിൽ സെബാസ്റ്റ്യൻ ഉണ്ടാവും. എങ്ങനെ കൊലപ്പെടുത്തി, എവിടെ മറവ് ചെയ്തു? ഈ 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ജൂലൈ 28 മുതൽ റിമാൻഡിലായിരുന്ന സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങി കോട്ടയം ജില്ലാ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ബിന്ദു വധക്കേസിലെ പങ്ക് തെളിഞ്ഞത്. കുറ്റസമ്മതം ലഭിച്ചതോടെയാണ് ഇയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 18-ന് വിയൂർ ജയിലിലെത്തി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ബിന്ദുവിനെ കാണാനില്ലെന്ന് കാട്ടി സഹോദരൻ പ്രവീൺകുമാർ 2017 നൽകിയ പരാതിയിൽ പട്ടണക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ക്രൈംബ്രാഞ്ചിന്റെ തുടരന്വേഷണം നടക്കുന്നത്. 2002 മുതൽ സഹോദരിയെ കാണാനില്ലെന്നായിരുന്നു പരാതി. പ്രാഥമിക അന്വേഷണത്തിൽ 2006 വരെ ബിന്ദു ജീവിച്ചിരുന്നതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. 2006-ൽ ഇവർ കൊല്ലപ്പെട്ടെന്നാണ് നിഗമനം. അത് സംബന്ധിച്ച് വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവ് സമാഹരണത്തിനുമാണ് സെബാസ്റ്റ്യനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. കൊലപാതകം എന്നാണെന്നും എവിടെ വെച്ച് എങ്ങനെ കൊലപ്പെടുത്തി എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് തേടുന്നത്. കോട്ടയം, എറണാകുളം, കണ്ണൂർ എന്നിവിടങ്ങളിലും സംസ്ഥാനത്തിന് പുറത്ത് കുടക്, ബംഗളൂരു, വേളാങ്കണ്ണി, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലും സെബാസ്റ്റ്യനെ എത്തിച്ച് തെളിവ് സമാഹരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ പദ്ധതി. ബിന്ദു കൊല്ലപ്പെട്ടതായി കരുതുന്ന 2006-ന് ശേഷം ബിന്ദുവിന്റെ പേരിലുള്ള ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തതുൾപ്പെടെ 3 കുറ്റകൃത്യത്തിൽ സെബാസ്റ്റ്യനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ഹേമന്ത് കുമാറാണ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.